കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരായ കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിനായി മാറ്റി. കേരളത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വാദം പൂർത്തിയായതോടെയാണ് രണ്ടംഗ ബെഞ്ചിന്റെ നടപടി. മറുപടി വാദത്തിൽ കേന്ദ്രം നൽകിയ കണക്കുകളെ കേരളം എതിർത്തു. ഫെഡറൽ ഘടനയെ തകർക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തി. എന്നാൽ ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ ലംഘിച്ചില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാമ, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരായ കേരളത്തിന്റെ ഹർജി ഇപ്പോൾ ഇടക്കാല ഉത്തരവിനായി മാറ്റിയിരിക്കുകയാണ്. ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ ലംഘിച്ചില്ലെന്നായിരുന്നു കേന്ദ്രത്തിന് ഇതിനുള്ള മറുപടി. കൂടുതൽ വിവരം. ആര്യ, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജി ഇടക്കാല ഉത്തരവിനായി മാറ്റി. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റേതാണ് നടപടി. ഇതിൽ വിശദമായ വാദം 2 ദിവസം ഇന്നലെയും ഇന്നും കേട്ടതിന് ശേഷമാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തത്. കേരള സർക്കാരും ഒപ്പം കേന്ദ്ര സർക്കാരും വളരെ വിശദമായാണ് അവരുടെ വാദങ്ങൾ ഉന്നയിച്ചത്. കേന്ദ്രം നൽകിയ ഇന്ന് കേരളവും കേന്ദ്രവും അതിന്റെ മറുപടി വാദങ്ങൾ ഉന്നയിച്ചു. കേന്ദ്രം നൽകിയ കണക്കുകളെ എതിർക്കുകയാണ് ഇന്ന് കേരളം ചെയ്തത്. കേന്ദ്ര സർക്കാർ ഫെഡറൽ ഘടനയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമായിരുന്നു കേരളത്തിന്റെ വാദം. കേരളത്തിന് വേണ്ടി ഹാജരായ വാദങ്ങൾ അവതരിപ്പിച്ചത് ഇന്നും ഇന്നലെയും സുപ്രീംകോടതിയിൽ തന്നെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ്. ഒപ്പം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ലംഘിച്ചിട്ടില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. കാരണം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് കേരളത്തിന് ഇപ്പോഴും കടമെടുക്കാൻ 24,000 കോടി രൂപയോളം കടമെടുക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നതായിരുന്നു കേരളത്തിന്റെ വാദം. പക്ഷേ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ ലംഘിച്ചിട്ടില്ല എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്ന് ഉയർത്തിയ മറുപടി വാദവും. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച താഴേക്കെന്ന് കേന്ദ്രം ഒരു ഘട്ടത്തിൽ വാദമുയർത്തി. പക്ഷേ ഇതിന് കേരളം നൽകിയ മറുപടി കേരളത്തിന്റെ വരുമാനം 23% കൂടി എന്നതായിരുന്നു. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കേന്ദ്രം ഹനിക്കുന്നു എന്നുമായിരുന്നു കേരളം അവസാനമായി ഉയർത്തിയ വാദവും. തുടർന്നാണ് ജസ്റ്റിസുമാരായ KV വിശ്വനാഥനും സൂര്യകാന്തും അടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് സുപ്രീം കോടതി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരായ കേരളത്തിന്റെ ഹർജിയാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിനായി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.